നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. Question number 25. Consider the following reactions occurring in blast furnace. Fe3O4 plus 4 molecules of carbon monoxide gives 3 Fe plus 4 CO2. If X kilogram of iron is produced when 2.32 into 10 raised to 3 kilogram of Fe3O4 and 2.8 into 10 raised to 2 kilogram of carbon monoxide are brought together in the furnace, the value of X is. അതായത് ഫോം ചെയ്യപ്പെടുന്ന അയണിൻ്റെ മാസ് ആണ് നമുക്ക് വേണ്ടത്. ഫോം ചെയ്യുന്ന അയണിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം റിയാക്ഷൻ എഴുതി നോക്കാം. റിയാക്ഷൻ എന്താ പറയുന്നത്? റിയാക്ഷനിൽ പറയുന്നത് Fe3O4 plus 4 moles of carbon monoxide gives 3 moles of iron plus 4 moles of carbon dioxide. രണ്ട് റിയാക്ടന്റുകളുടെയും മാസ് തന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി തീരുമാനിക്കുന്നത് ലിമിറ്റിംഗ് റിയേജന്റ് ആയിരിക്കും. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ലിമിറ്റിംഗ് റിയേജന്റ് ഫസ്റ്റ്. 1 മോൾ Fe3O4ഉം 4 മോൾ കാർബൺ മോണോക്സൈഡും ചേരുമ്പോഴാണ് 3 മോൾ അയൺ ഉണ്ടാകുന്നത്. തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് Fe3O4നെയും കാർബൺ മോണോക്സൈഡിനെയും നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക. Fe3O4ന്റെ ഗിവൺ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ഓഫ് Fe3O4 2.32 into 10 raised to 3 divided by molar mass of Fe3O4 is 232. അത് ഗ്രാമിലാണ്, കിലോഗ്രാമിലേക്ക് മാറ്റണമെങ്കിൽ 10 raised to -3. കാർബൺ മോണോക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് തന്നിരിക്കുന്നത് 2.8 into 10 raised to 2. അപ്പോൾ ഗിവൺ മാസ് 2.8 into 10 raised to 2 കിലോഗ്രാം ഗിവൺ മാസ് ബൈ 28 gram is a molar mass into 10 raised to -3. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എത്രയാണ് നോക്കിയേ ഇവിടെ. അതായത് മക്കളെ 2320 by 232 into 10 raised to -3 ആകുന്നത് 280 by 28 into 10 raised to -3 ആകുന്നത്. അങ്ങനെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എത്രയാളാ കിട്ടുക? 10 വരും, ഇവിടെയും 10 വരും. അപ്പൊ 10 into 10 raised to 3 എന്ന് പറയുന്നത് 10 raised to 4 and here also it is 10 raised to 4. അപ്പോൾ രണ്ടുപേരുടെയും നമ്പർ ഓഫ് മോൾസ് 10 raised to 4. 10 raised to 4 moles and 10 raised to 4 moles. ഇതിലാരാ ലിമിറ്റിംഗ് റിയേജന്റ്? അതായത് എത്ര മോൾ Fe3O4 ആണോ എടുക്കുന്നത് അതിന്റെ 4 ഇരട്ടി 4 times കാർബൺ മോണോക്സൈഡ് വേണം. അപ്പൊ 10 raised to 4ന് 10 raised to 4 into 4 ശരിയല്ലേ? അത്രയും ടൈംസ് കാർബൺ മോണോക്സൈഡ് വേണം. അപ്പൊ കാർബൺ മോണോക്സൈഡിന്റെ എമൗണ്ട് റിക്വയർഡ് ക്വാണ്ടിറ്റിയേക്കാൾ കുറവാണ്. ഇവനാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ഇവന്റെ ക്വാണ്ടിറ്റി വെച്ചുകൊണ്ടാണ് അയണിന്റെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം നോക്കൂ. സ്റ്റോഷിയോമെട്രി പറയുന്നത് 4 മോൾ കാർബൺ മോണോക്സൈഡിൽ നിന്ന് വി വിൽ ബി ഗെറ്റിംഗ് 3 moles ഓഫ് അയൺ. അപ്പോ 10 raised to 4 moles ഓഫ് കാർബൺ മോണോക്സൈഡിൽ നിന്നോ 3/4 into 10 raised to 4 mole ഓഫ് അയൺ. റെഡി അല്ലേ? അതിനെ ഗ്രാമിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്പർ ഓഫ് മോൾസിനെ എന്തുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം? അറ്റോമിക് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഗ്രാമിലല്ല കിലോഗ്രാമിലാണ് വാല്യൂ വേണ്ടത്. അപ്പോൾ ഇൻറ്റു 10 raised to -3 ഗ്രാം അയൺ കിട്ടും നമുക്ക്. ഒന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4ഉം 56ഉം 14 ആണ്. റെഡി അല്ലേ? 14 ആണ്. 3 into 14 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 42 into 10 raised to 1. ദാറ്റ് ഇസ് 420 കിലോഗ്രാം എന്ന ആൻസർ കിട്ടും. 420 കിലോഗ്രാം. 420 ഈസ് ദ റൈറ്റ് ആൻസർ. 420. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് ആക്ച്വലി സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്, ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ഇത്രയും ചോദ്യങ്ങളാണ് 2025 JEE മെയിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാമിൽ January 24 ഷിഫ്റ്റ് 1 ഉണ്ടായിരുന്നത്.